പ്രിയമുള്ളവരെ, ആകാശവും ഭൂമിയും തമ്മിൽ വളരെ അകലമുണ്ട്. അതുപോലെ ദൈവവും മനുഷ്യനും തമ്മിൽ വലിയ അകലമുണ്ടായിരുന്നു. ഈ അകലത്തെ അടുപ്പിക്കുവാൻ ദൈവം രക്ഷകനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതാണ് ക്രിസ്മസ്. ആകയാൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ. പ്രവാചകൻ പ്രവചിച്ചു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ പുത്രൻ ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള എമാനുവേൽ എന്ന് വിളിക്കപ്പെടും. സമയം വന്നപ്പോൾ ദൈവം ദൂതനെ കന്യക മാതാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പറഞ്ഞു, പ്രവാചകൻ പ്രവചിച്ച സ്ത്രീരത്നം അങ്ങാണ്. അങ്ങ് ഒരു പുത്രനെ പ്രസവിക്കും. ആ പുത്രന് യേശുവെന്ന് പേരിടണം. അങ്ങ് അതിന് സമ്മതിക്കുമോ? വന്ധ്യയായ എലിസബത്തിന് ഇത് 6-ാം മാസമായതുപോലെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കണം. ഒടുവിൽ സമ്മതിച്ചു. അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് ഒരു കൽപ്പനയുണ്ടായി. റോമൻ സാമ്രാജ്യത്തിൽപ്പെട്ട സർവ്വജനങ്ങളുടെയും പേരെഴുതിക്കണം. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും അവരുടേതായ പട്ടണങ്ങളിലേക്ക് പോകണം. യൗസേപ്പ് ദാവീദിൻ്റെ വംശത്തിലും ദാവീദിൻ്റെ കുടുംബത്തിലും പെട്ടതായതുകൊണ്ട്, ദാവീദിൻ്റെ പട്ടണം ബെത്ലഹേമായതുകൊണ്ട് അവിടേക്ക് പോകാൻ നിർബന്ധിക്കപ്പെട്ടു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കന്യകമാതാവിന് പ്രസവ സമയമായി. പ്രസവ വേദന അനുഭവിച്ചു. പട്ടണത്തിൽ നിന്നും ഗുഹയിലേക്ക് പോകേണ്ടി വന്നു. സത്രത്തിൽ നിന്നും കാലിത്തൊഴുത്തിലേക്ക് പോകേണ്ടി വന്നു. മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്ക് പോകേണ്ടി വന്നു. കാരണം സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരാണ് സൗകര്യപ്പെടുത്താതിരിക്കുക? ഉദാഹരണമായി, ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ സ്ത്രീക്ക് പ്രസവവേദന അനുഭവപ്പെട്ടാൽ എല്ലാവരും ആളുകൾ കോടി സൗകര്യം ചെയ്ത് കൊടുക്കില്ലേ? ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇതുപോലുള്ള പ്രസവ വേദന അനുഭവപ്പെട്ടാൽ സൗകര്യം ചെയ്ത് കൊടുക്കില്ലേ? സത്രത്തിൽ ആളുകളാണെങ്കിലും ഇതുപോലെ പ്രസവവേദന ഉണ്ടായാൽ സൗകര്യം ചെയ്ത് കൊടുക്കില്ലേ? ഇവിടെ ചെയ്തില്ല. കാരണം സത്രത്തിലും സ്ഥലമില്ലായിരുന്നു, അവരുടെ ഹൃദയത്തിലും സ്ഥലമില്ലായിരുന്നു. ദൈവം ഇനി ബെത്ലഹേം പുൽത്തൊഴുത്തിൽ ജനിക്കില്ല. ദൈവം ഇനി ജനിക്കേണ്ടത് ഓരോ മനുഷ്യ ഹൃദയത്തിലുമാണ്. ആ മനുഷ്യ ദൈവം പ്രവേശിക്കണം. ദൈവം പ്രവേശിക്കണമെങ്കിൽ ഭിന്നിപ്പിൻ്റെ ഭിത്തികളെല്ലാം പൊളിച്ച് സാഹോദര്യത്തിൻ്റെ പാലങ്ങൾ പണിയണം. ദൈവം മനുഷ്യഹൃദയത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആട്ടിടയന്മാരെ പോലെയുള്ള നല്ല ഹൃദയം, ദൈവത്തെ സ്വീകരിക്കാനുള്ള ഹൃദയം, ദൈവത്തെ സ്വീകരിക്കാനുള്ള ആ മനസ്സ് ഉണ്ടായിരിക്കണം. ദൈവം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധമായ മനസ്സ്, പരിശുദ്ധമായ ഹൃദയം വേണം. പരിശുദ്ധമായ മനസ്സ് അളവറ്റ അനുഗ്രഹമാണ്. പരിശുദ്ധമായ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അകലം നോക്കുന്നത് പോലെ ദൈവം മനുഷ്യഹൃദയത്തിൻ്റെ അകലം നോക്കും. ആ അകലം തലയിൽ നിന്നും ഹൃദയത്തിലേക്കാണ് വന്നുവിടുന്നത്. അത് ശുദ്ധമായിരിക്കണം. ആ അകലം ദൈവം നോക്കുന്നത് കൊണ്ട് ആ അകലം നന്നായി വരുവാനായിട്ട് ദൈവം നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്വീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ നല്ല മനസ്സ് നമുക്ക് ഇവർക്കുണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു.